നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ കമ്പനി ബോർഡ് LGS വേണ്ടി ഒരു സൂപ്പർ എക്സ്പ്രസ് ക്ലാസ് നമ്മൾ ആരംഭിച്ചിരുന്നു. ആ ക്ലാസിന്റെ ഡേ 3 ആണെന്ന് സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. കമ്പനി ബോർഡ് LGS വേണ്ടിയിട്ടുള്ള സൂപ്പർ എക്സ്പ്രസ് ക്ലാസ് ഡേ 3 ആണെന്ന്. ഏറ്റവും അവസാനമായി 2023 നടന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് പല സുഹൃത്തുക്കൾക്കും ഒരു സംശയം ഉണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീപ്പായിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അനലൈസ് ചെയ്യുന്നതെന്ന്. വേറൊന്നുമല്ല സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മുടെ ഈ കമ്പനി ബോർഡ് LGS 2023 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ബേസ് ലെവലിൽ നിന്നുള്ള ഒത്തിരി ചോദ്യങ്ങൾ PSC അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബേസ് നന്നായിട്ട് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നല്ല ഡീപ്പായിട്ട് നമ്മൾ അനലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരാഴ്ച നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ നന്നായിട്ട് അനലൈസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. 10ാമത്തെ ചോദ്യം, ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിരുന്നു. അതിന് കാരണം എന്തെന്ന് നമുക്ക് നോക്കാം. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. ഇടമലയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് തൃശൂർ ജില്ലയിലാണ്. അപ്പൊ രണ്ടുത്തരം വന്നില്ലേ ഇവിടെ? അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികൾ ഉൾപ്പെടാത്തത് എന്ന് ചോദിച്ചാൽ ഇടമലയാർ ജലവൈദ്യുത പദ്ധതി എറണാകുളം, ഷോളയാർ ജലവൈദ്യുത പദ്ധതി തൃശൂര്. ഇനി ഇടുക്കി ജില്ലയിലുള്ള ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാ? പള്ളിവാസലും ചെങ്കുളവുമാണ്. കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എന്താ? ജലവൈദ്യുതിയാണ്. കേരളത്തിലെ വൈദ്യുതി ഉൽപാദനത്തിന്റെ എത്ര ശതമാനമാണ് ജലവൈദ്യുതി? 69%. കേരളത്തിലെ വൈദ്യുതി ഉൽപാദനത്തിന്റെ എത്ര ശതമാനമാണ് ജലവൈദ്യുതി? 69%. കേരളത്തിൽ ഊർജ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന ഏജൻസികളാണ് കേരള സംസ്ഥാന വൈദ്യുത ബോർഡ് അഥവാ KSEB, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അനർട്ട്, എനർജി മാനേജ്മെന്റ് സെന്റർ. ഓർക്കണേ, കേരളത്തിലെ ഊർജ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന ഏജൻസികൾ ഏതൊക്കെയാ? കേരള സംസ്ഥാന വൈദ്യുത ബോർഡ് അഥവാ KSEB, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അനർട്ട്, എനർജി മാനേജ്മെന്റ് സെന്റർ എന്നിവയാണ്. KSEB സ്ഥാപിതമായത് 1957 മാർച്ച് 31. പ്രീവിയസ് ആയി ഒരുപാട് തവണ PSC ചോദിച്ചതാണ്. KSEB സ്ഥാപിതമായത് 1957 മാർച്ച് 31. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി ജില്ല. ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ നദിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പെരിയാർ നദിയാണ്. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട നഗരം തിരുവനന്തപുരം നഗരമാണ്. വർഷം 1929. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം ഏതാണ്? തിരുവനന്തപുരം നഗരമാണ്. വർഷം 1929. കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല പാലക്കാട് ജില്ല. കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യത്തെ ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയെ സമ്പൂർണ്ണ വൈദ്യുതീകരിക്കപ്പെട്ട ജില്ലയായി പ്രഖ്യാപിച്ച വർഷം 2010 ഫെബ്രുവരി 16. ഇമ്പോർട്ടന്റ് ആണ്. പാലക്കാട് ജില്ലയെ സമ്പൂർണ്ണ വൈദ്യുതീകരിക്കപ്പെട്ട ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2010 ഫെബ്രുവരി 16. കേരളത്തിലെ 2000 മെഗാവാട്ട് ശേഷിയുള്ള ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് മാടക്കത്തറ, തൃശൂർ ജില്ല. കേരളത്തിലെ 2000 മെഗാവാട്ട് ശേഷിയുള്ള ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് മാടക്കത്തറ, തൃശൂർ ജില്ല. KSEBയുടെ ആപ്തവാക്യം കേരളത്തിന്റെ ഊർജം എന്നാണ്. KSEBയുടെ ആപ്തവാക്യം എന്താണ്? കേരളത്തിന്റെ ഊർജം എന്നാണ്. കേരള ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാന്റെ ഔദ്യോഗിക ആസ്ഥാനം കൊച്ചി, എറണാകുളം ജില്ല. കേരള ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാന്റെ ഔദ്യോഗിക ആസ്ഥാനം കൊച്ചി, എറണാകുളം ജില്ല. KSEBയുടെ കീഴിൽ 31 ജലവൈദ്യുത പദ്ധതികളും 2 ഡീസൽ പവർ പ്ലാന്റുകളും 1 കാറ്റാടി ഫാമും 7 സോളാർ പ്ലാന്റുകളും ഉണ്ട്. നിലവിലെ കണക്ക് പ്രകാരമാണ് KSEBയുടെ കീഴിൽ 31 ജലവൈദ്യുത പദ്ധതികളുണ്ട്, 2 ഡീസൽ പവർ പ്ലാന്റുകളുണ്ട്, 1 കാറ്റാടി ഫാമുണ്ട്, 7 സോളാർ പ്ലാന്റുകളുണ്ട്. ഒന്നുകൂടി പറയാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. KSEBയുടെ കീഴിൽ 31 ജലവൈദ്യുത പദ്ധതികളും 2 ഡീസൽ പവർ പ്ലാന്റുകളും 1 കാറ്റാടി ഫാമും 7 സോളാർ പ്ലാന്റുകളും ഉണ്ട്. വൈദ്യുത ബോർഡിന്റെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് ഒരുമ. വൈദ്യുതി ബോർഡിന്റെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ പേരെന്താണ്? ഒരുമ എന്നാണ്. ഒരുമ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം 2006 ആണ്. സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന 2006. ഊർജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക,
ഊർജ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെ ഊർജ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് എനർജി മാനേജ്മെന്റ് സെന്റർ എന്ന് പറയുന്നത്. ഊർജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, ഊർജ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ഊർജ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് എനർജി മാനേജ്മെന്റ് സെന്റർ. 2001 എനർജി കൺവേർഷൻ ആക്ട് നടപ്പിലാക്കാൻ ചുമതലപ്പെട്ട സംസ്ഥാന സ്ഥാപനമാണ് എനർജി മാനേജ്മെന്റ് സെന്റർ എന്ന് പറയുന്നത്. 2001 നിലവിൽ വന്ന എനർജി കൺസർവേഷൻ ആക്ട് നടപ്പിലാക്കാൻ ചുമതലപ്പെട്ട സംസ്ഥാന സ്ഥാപനം ഏതാ? എനർജി മാനേജ്മെന്റ് സെന്റർ ആണ്. സംസ്ഥാനത്തെ വൈദ്യുതി മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് 2018 കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഊർജ കേരള മിഷൻ. ഇതൊക്കെ പഠിച്ചോളണം. സംസ്ഥാനത്തെ വൈദ്യുതി മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് 2018 കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി എന്താ? ഊർജ കേരള മിഷൻ എന്നുള്ളതാണ്. ഊർജ കേരള മിഷന്റെ ഭാഗമായി ആരംഭിക്കുന്ന പദ്ധതികളാണ് സൗര പദ്ധതി. സൗര പദ്ധതിയുടെ പ്രത്യേകത എന്താ? സൗരോർജത്തിൽ നിന്നും 1000 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദനം നടത്തുന്ന പദ്ധതിയാണ് സൗര പദ്ധതി. രണ്ടാമത്തെ പദ്ധതിയാണ് ഫിലമെന്റ് രഹിത കേരളം പദ്ധതി. രണ്ടാമത്തെ പദ്ധതിയുടെ പേരെന്താ? ഫിലമെന്റ് രഹിത കേരളം പദ്ധതി. അതായത് LED ബൾബുകൾ മിതമായ നിരക്കിൽ നൽകുന്ന പദ്ധതിയാണ് ഫിലമെന്റ് രഹിത കേരളം പദ്ധതി എന്ന് പറയുന്നത്. LED ബൾബുകൾ മിതമായ നിരക്കിൽ നൽകുന്ന പദ്ധതിയാണ് ഫിലമെന്റ് രഹിത കേരളം പദ്ധതി എന്ന് പറയുന്നത്. അടുത്തതാണ് ദ്യുതി പദ്ധതി 2021. ഇമ്പോർട്ടന്റ് ആണ് ദ്യുതി പദ്ധതി 2021. ദ്യുതി പദ്ധതി പ്രകാരം പറയുന്നത് വൈദ്യുതി വിതരണ ശൃംഖലയിലെ നവീകരണമാണ് ദ്യുതി 2021 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദ്യുതി 2021 പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? വൈദ്യുത വിതരണ ശൃംഖലയിലെ നവീകരിക്കുക എന്നതാണ്. അടുത്തതാണ് ട്രാൻസ്ഗ്രിഡ് 2.0. പ്രസരണ നഷ്ടം കുറയ്ക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് ട്രാൻസ്ഗ്രിഡ് 2.0 എന്ന് പറയുന്നത്. ഇ സേഫ് പദ്ധതി സുരക്ഷിതമായ വൈദ്യുത ഉപയോഗ പ്രചരണ പരിപാടിയാണ് ഇ സേഫ് പദ്ധതി എന്നറിയപ്പെടുന്നത്. ഇ സേഫ് പദ്ധതി എന്നറിയപ്പെടുന്നത് എന്താ? സുരക്ഷിതമായ വൈദ്യുത ഉപയോഗ പ്രചരണ പദ്ധതിയാണ് അല്ലെങ്കിൽ പരിപാടിയാണ് ഇ സേഫ് പദ്ധതി. അപ്പോ ഇത്രയും പദ്ധതികളാണ് നമ്മുടെ കേരള സർക്കാർ ആരംഭിച്ച ഊർജ കേരള മിഷൻ പദ്ധതിക്ക് ഉള്ളിൽ വരുന്നത്. ആ പദ്ധതികളുടെ പേര് ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. സൗര പദ്ധതി, ഫിലമെന്റ് രഹിത കേരളം പദ്ധതി, ദ്യുതി 2021 പദ്ധതി, ട്രാൻസ്ഗ്രിഡ് 2.0 പദ്ധതി, ഇ സേഫ് പദ്ധതി എന്നിവയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാ? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്ത വർഷം 1940. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്ത വർഷം 1940 ആണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? ഇടുക്കി ജില്ലയാണ്. പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനി കണ്ണൻ ദേവൻ കമ്പനി. വർഷം 1900. ഇമ്പോർട്ടന്റ് ആണ്. പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായിട്ട് ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനി ഏതാണ്? കണ്ണൻ ദേവൻ കമ്പനിയാണ്. വർഷം 1900. പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്ന പെരിയാറിന്റെ പോഷക നദിയായ മുതിരൻ പുഴയിലാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ പോഷക നദിയായ മുതിരൻ പുഴയിലാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ്. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി. വർഷം 1954. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയാണ്. വർഷം 1954. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി 780 മെഗാവാട്ട് ആണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി എന്നറിയപ്പെടുന്നത് 780 മെഗാവാട്ട് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ പോയിന്റും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കും. പള്ളിവാസൽ പദ്ധതിയിൽ നിന്നും ഉപയോഗിച്ചു കഴിഞ്ഞ് പുറത്തേക്കൊഴുകുന്ന വെള്ളവും മുതിരൻ പുഴയിലെ വെള്ളവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയിലെ. ഇമ്പോർട്ടന്റ് ആണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും ഉപയോഗശേഷം പുറത്തേക്ക് ഒഴുകുന്ന വെള്ളവും മുതിരൻ പുഴയിലെ ജലവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി. ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്ന പെരിയാറിന്റെ പോഷക നദി മുതിരൻ പുഴയാണ്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന പെരിയാറിന്റെ പോഷക നദി ഏതാ? മുതിരൻ പുഴയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ട അണക്കെട്ടുകൾ ഏതൊക്കെയാ? ഇടുക്കി, ചെറുതോണി, കുളമാവ് അണക്കെട്ടുകളാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന അണക്കെട്ടുകൾ ഏതൊക്കെയാണ്? ഇടുക്കി അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, കുളമാവ് അണക്കെട്ട് എന്നിവയാണ്. ഇടുക്കി ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ വർഷം 1970
ഒക്ടോബർ 4. ഇടുക്കി ഡാമിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ വർഷം എത്രയാ? 1975 ഒക്ടോബർ 4. ഇനി നമുക്ക് നോക്കുവാനുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളും സ്ഥിതി ചെയ്യുന്ന നദിയും അവയുടെ ജില്ലയുമാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് നോക്കുവാനുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളാണ്. ശ്രദ്ധിക്കുക, കേരളത്തിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ. ആദ്യമായിട്ട് കല്ലട ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? കല്ലടയാറാണ്. സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. കല്ലട ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി കല്ലടയാറാണ്. കല്ലട ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട ജില്ല. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പത്തനംതിട്ട ജില്ലയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല തന്നെയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പെരിയാർ നദിയിലാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല തന്നെയാണ്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി മുതിരൻപുഴയിലാണ്. സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി മുതിരൻപുഴയാണ്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. പന്നിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പന്നിയാർ നദിയിലാണ്. പന്നിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ ഇടുക്കി ജില്ല തന്നെയാണ്. പന്നിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? അത് പന്നിയാർ നദിയാണ്. പന്നിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി മുതിരൻപുഴയാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? ഇടുക്കി ജില്ല തന്നെയാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? മുതിരൻപുഴയാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. മാട്ടുപ്പെട്ടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ്. സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയിലാണ്. മാട്ടുപ്പെട്ടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ നദിയാണ്. മാട്ടുപ്പെട്ടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് ചോദിച്ചാൽ അത് ഇടുക്കി ജില്ലയാണ്. കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പന്നിയാറാണ്. കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? പന്നിയാറാണ്. കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴയാണ്. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ ജില്ലയാണ്. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴയാണ്. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ തൃശൂർ ജില്ലയാണ്. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴയാണ്. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ ജില്ലയാണ്. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ചാലക്കുടി പുഴയാണ്. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴയാണ്. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ ജില്ലയാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി കുറ്റ്യാടിപ്പുഴയാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? കുറ്റ്യാടിപ്പുഴയാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കോഴിക്കോട് ജില്ലയാണ്. കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാം മാട്ടുപ്പെട്ടി. കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാം ഏതാണ്? മാട്ടുപ്പെട്ടിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം എന്നറിയപ്പെടുന്നത് ചെറുതോണിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം എന്നറിയപ്പെടുന്നത് ചെറുതോണിയാണ്. ഇടുക്കി ഡാമിൽ നിന്നും വ്യാവസായിക അടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ വർഷം 1976 ഫെബ്രുവരി 12. ഇടുക്കി ഡാമിൽ നിന്നും വ്യാവസായിക അടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ വർഷം 1976 ഫെബ്രുവരി 12. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്ത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭജല വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റം ഇടുക്കിയില്. ഓർക്കണം, മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി വർഷം 1972 കോഴിക്കോട് ജില്ലയിലാണ് സ്ഥാപിതമായത്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് ആരാ? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന വർഷം 1972. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയിലെ ഉറുമി 1, ഉറുമി 2 എന്നീ ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം ചൈനയാണ്. കോഴിക്കോട് ജില്ലയിലെ ഉറുമി 1, ഉറുമി 2 ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യമാരാണ്? ചൈനയാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ചാലക്കുടി പുഴയിലാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാ? ചാലക്കുടി പുഴയിലാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി രൂപീകരിച്ച വർഷം 1957 മാർച്ച് 6. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി രൂപീകൃതമായ വർഷം 1957 മാർച്ച് 6.
കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത നിലയം ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ്. ഏത് ജലവൈദ്യുത പദ്ധതിയുടെ ജല സംഭരണികളാണ് പമ്പ നദിയിലും കക്കി നദിയിലും സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെയാണ്. ഓർത്തോളനെ, ഏത് ജലവൈദ്യുത പദ്ധതിയുടെ ജല സംഭരണികളാണ് പമ്പ നദിയിലും കക്കി നദിയിലും സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെയാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന വർഷം 1966 ഏപ്രിൽ 18. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന വർഷം 1966 ഏപ്രിൽ 18. ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. കല്ലട ജലസേചന പദ്ധതിയുടെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന പദ്ധതിയാണ് കല്ലട ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. ഇത് 1994 ജനുവരി 5 നിലവിൽ വന്നത്. പേപ്പാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് 1996 ജൂൺ മാസത്തിലാണ്. പേപ്പാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് 1996 ജൂൺ മാസത്തിലാണ്. നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അടിമാലിയിലാണ്. നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അടിമാലിയിലാണ്. പഴശ്ശിസാഗർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന ജില്ല കണ്ണൂർ ജില്ല. പഴശ്ശിസാഗർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരാൻ പോകുന്ന ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളതാണ് കേരളത്തിലെ പ്രധാന സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ പ്രധാന സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളാണ് മണിയാർ പത്തനംതിട്ട ജില്ല, കൂത്തുങ്കൽ ഇടുക്കി ജില്ല, ഉള്ളങ്കൽ പത്തനംതിട്ട ജില്ല. ഓർത്തോളണേ, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാ? മണിയാർ പത്തനംതിട്ട ജില്ല, കൂത്തുങ്കൽ ഇടുക്കി ജില്ല, ഉള്ളങ്കൽ പത്തനംതിട്ട ജില്ല. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് രാജക്കാട് ഇടുക്കി ജില്ല. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് കൂത്തുങ്കലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് രാജാക്കാട് ഇടുക്കി ജില്ല. ഉള്ളുങ്കൽ ജലവൈദ്യുത പദ്ധതി അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് കക്കാട് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? കക്കാട് നദി, പത്തനംതിട്ട ജില്ല. ഉള്ളങ്കൽ ജലവൈദ്യുത പദ്ധതി അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കക്കാട് ജലവൈദ്യുത പദ്ധതി എന്ന. ഇത് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കക്കാട് നദിയിലാണ്. സ്ഥലം എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുത ഉൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം ഗ്രാമപഞ്ചായത്ത്, ഇടുക്കി ജില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് വൈദ്യുത ഉൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മാങ്കുളം ഗ്രാമപഞ്ചായത്ത്, ഇടുക്കി ജില്ല. സ്വന്തമായി മിനി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പാലക്കാട് ജില്ലാ പഞ്ചായത്താണ്. സ്വന്തമായി മിനി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാ? പാലക്കാട് ജില്ലാ പഞ്ചായത്താണ്. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി മീൻവല്ലം പാലക്കാട് ജില്ലാ പഞ്ചായത്ത്. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ ജലവൈദ്യുത പദ്ധതി എന്ന് ചോദിച്ചാൽ അത് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി എവിടെയാ? പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന് കീഴിലാണ് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി വരുന്നത്. മീൻവല്ലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് തൂതപ്പുഴയിലാണ്. പ്രീവിയസ് ആണ്. മീൻവല്ലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൂതപ്പുഴയിലാണ്. കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? തൃശൂർ കോർപ്പറേഷൻ ആണ്. കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? തൃശൂർ കോർപ്പറേഷൻ ആണ്. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകുന്ന ഗ്രാമപഞ്ചായത്ത് കണ്ണാടി ഗ്രാമപഞ്ചായത്ത്, പാലക്കാട് ജില്ല. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കണ്ണാടി ഗ്രാമപഞ്ചായത്ത്, പാലക്കാട് ജില്ല. 11ാമത്തെ ചോദ്യം, ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതെല്ലാമാണ്? അപ്പോൾ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതെല്ലാമാണ്? പമ്പയും കക്കി നദിയിൽ നിന്നുമുള്ള ജലമാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ വളരെ വിശദമായി തന്നെ നമ്മൾ ഈ പോയിന്റ്സ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇനി ഇവിടെ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 12ാമത്തെ ചോദ്യം, കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക. നമുക്ക് നോക്കാം. ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ളതാണ്. ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നതും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗമായി വരുന്നതാണ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? താലൂക്കാണ്. അപ്പൊ താലൂക്ക് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടുന്നതല്ല. അപ്പൊ കേരളത്തില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാ? ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്.
കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നവരാരൊക്കെയാ? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഇതൊന്ന് ഓർക്കുക. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഏറ്റവും താഴ്ന്ന തലം എന്നറിയപ്പെടുന്നത് ഗ്രാമപഞ്ചായത്ത്. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഏറ്റവും താഴെ തലം അല്ലെങ്കിൽ താഴ്ന്ന തലം എന്നറിയപ്പെടുന്നത് ഗ്രാമപഞ്ചായത്താണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ ഏറ്റവും ഉയർന്ന തലം എന്നറിയപ്പെടുന്നത് ജില്ലാ പഞ്ചായത്താണ്. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഏറ്റവും ഉയർന്ന തലം എന്നറിയപ്പെടുന്നത് ഏതാ? ജില്ലാ പഞ്ചായത്താണ്. പഞ്ചായത്ത് രാജ് വ്യവസ്ഥയുടെ ത്രിതല ഘടന എന്നറിയപ്പെടുന്നത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെയാണ്. പഞ്ചായത്ത് രാജ് വ്യവസ്ഥയുടെ ത്രിതല ഘടന എന്ന് പറഞ്ഞാൽ ആദ്യം ഗ്രാമപഞ്ചായത്ത് വരും, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് വരും, പിന്നെ എന്ത് വരും? ജില്ലാ പഞ്ചായത്ത് വരും. ത്രിതല പഞ്ചായത്തുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളായിരിക്കും അല്ലേ? ത്രിതല പഞ്ചായത്തുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ആരാ? ജനങ്ങളാണ്. സംസ്ഥാന ഗവൺമെന്റ് പഞ്ചായത്തിനെ പിരിച്ചുവിട്ടാൽ പുതിയ തിരഞ്ഞെടുപ്പ് നടക്കേണ്ട കാലയളവ് 6 മാസത്തിനകം. ഇമ്പോർട്ടന്റ് ആണ്. സംസ്ഥാന ഗവൺമെന്റ് പഞ്ചായത്തിനെ പിരിച്ചുവിട്ടാൽ പുതിയ തിരഞ്ഞെടുപ്പ് നടത്തേണ്ട കാലയളവ് എത്രയാ? 6 മാസത്തിനകം. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളും ഉൾപ്പെടുത്തിയിരിക്കുന്ന പട്ടിക 11ാം പട്ടിക. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളും ഉൾപ്പെടുത്തിയിരിക്കുന്ന പട്ടിക ഏതാ? 11ാം പട്ടികയാണ്. 11ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളുടെ എണ്ണം 29. 11ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളുടെ എണ്ണം എത്രയാ? 29 ആണ്. ഗോത്രവർഗങ്ങളെ ഉൾപ്പെടുത്തി പഞ്ചായത്ത് സമ്പ്രദായത്തിന്റെ വ്യവസ്ഥകൾ ഈ പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചുകൊണ്ട് പ്രത്യേക നിയമം പാസാക്കിയ വർഷം 1996. ഇമ്പോർട്ടന്റ് ആണ്. ഗോത്രവർഗങ്ങളെ ഉൾപ്പെടുത്തി പഞ്ചായത്ത് സമ്പ്രദായത്തിന്റെ വ്യവസ്ഥകൾ ഈ പ്രദേശങ്ങൾ കൂടി, അതായത് ഈ ഗോത്രവർഗങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചുകൊണ്ട് പ്രത്യേക നിയമം പാസാക്കിയ വർഷം 1996. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1882 റിപ്പൺ പ്രഭുവിന്റെ വിളംബരം. ഇമ്പോർട്ടന്റ്. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1882 റിപ്പൺ പ്രഭുവിന്റെ വിളംബരമായിരുന്നു. സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനസ്ഥിതി പരിശോധിക്കുന്ന കമ്മീഷൻ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനസ്ഥിതി പരിശോധിക്കുന്ന കമ്മീഷൻ ഏതാണ്? അത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 21 വയസ്സ്. ഇമ്പോർട്ടന്റ്. PSC പ്രീവിയസ് ആയി ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാ? 21 വയസ്സാണ്. 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംഭരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് സ്ഥാപനങ്ങളിലെ കുറഞ്ഞത് 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ കേരളം ഉൾപ്പെടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ പ്രാതിനിധ്യം 50% ഉയർത്തിയിട്ടുണ്ട്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ പ്രാതിനിധ്യം എത്രയാ? 50% ഉയർത്തിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാ? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ആവട്ടെ, ബ്ലോക്ക് പഞ്ചായത്ത് ആവട്ടെ, ജില്ലാ പഞ്ചായത്ത് ആവട്ടെ, ഈ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള അവകാശമാർക്കാ? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി 5 വർഷം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി എത്രയാ? 5 വർഷമാണ്. കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് സെൻ കമ്മിറ്റി. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റിയുടെ പേരെന്താ? സെൻ കമ്മിറ്റി എന്നാണ്. പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. ഇമ്പോർട്ടന്റ് ആണ്. ഇവന്മാര് 3 പേരുള്ളതുകൊണ്ട് PSC എടുത്ത് ചോദിക്കും. പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? നാഗാലാൻഡ്, മേഘാലയ, മിസോറാം സംസ്ഥാനങ്ങളാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 243 മുതൽ 243O വരെയാണ് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 243 മുതൽ
243 വരെയാണ് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് രാജ് നിയമം ഭരണഘടനയുടെ 9ാം ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. പഞ്ചായത്ത് രാജ് നിയമം ഭരണഘടനയുടെ 9ാം ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 13ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാമാണ്? നമുക്ക് നോക്കാം. PT ഉഷ അത്ലറ്റ് തന്നെയാണ്. TC യോഹന്നാൻ അത്ലറ്റ് തന്നെയാണ്. KB ബീനാമോൾ അത്ലറ്റ് തന്നെയാണ്. എന്നാൽ ജിമ്മി ജോർജ് എന്ന് പറയുന്നത് വോളിബോൾ പ്ലെയർ ആണ് കേട്ടോ. എന്താണ്? വോളിബോൾ പ്ലെയർ ആണ് അദ്ദേഹം. ആരാണ്? നമ്മുടെ ജിമ്മി ജോർജ് എന്ന് പറയുന്നത്. അപ്പോൾ താഴെ പറയുന്നവയിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാ? PT ഉഷ, TC യോഹന്നാൻ, KM ബീനാമോൾ എന്നിവരാണ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ ജിമ്മി ജോർജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു വോളിബോൾ പ്ലെയർ ആണ്. ആദ്യമായി നമ്മൾ ഒളിമ്പിക്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ കേരളത്തിൽ ആരെയും ഓർമ്മ വരുന്നത്? PT ഉഷയെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് PT ഉഷയെ പറ്റി പഠിക്കാം. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത എന്നറിയപ്പെടുന്നത് PT ഉഷ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. എത്ര തവണ PT ഉഷ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ 4 തവണ. എത്ര തവണയാണ് PT ഉഷ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ളത്? 4 തവണ. 1980 മോസ്കോ ഒളിമ്പിക്സിലാണ് PT ഉഷ ആദ്യമായി പങ്കെടുത്തത്. ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ അങ്ങോട്ട് സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. 1980 മോസ്കോ ഒളിമ്പിക്സിലാണ് PT ഉഷ ആദ്യമായി പങ്കെടുത്തത്. PT ഉഷ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇനങ്ങളായിരുന്നു 100 മീറ്റർ, 200 മീറ്റർ റണ്ണിങ്. ഓർത്തോളനെ, PT ഉഷ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇനങ്ങൾ ഏതൊക്കെയായിരുന്നു? 100 മീറ്റർ, 200 മീറ്റർ റണ്ണിങ്ങിനായിരുന്നു. ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യത്തെ മലയാളി വനിതയായിരുന്നു ചോദിച്ചാൽ അത് PT ഉഷയാണ്. ഒളിമ്പിക്സിന്റെ തന്നെ ഫൈനലിൽ എത്തിയ ആദ്യത്തെ മലയാളി വനിതയായിരുന്നു ചോദിച്ചാൽ അത് PT ഉഷയാണ്. 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലാണ് PT ഉഷ ഫൈനലിൽ പങ്കെടുത്തത്. 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ വെച്ചാണ് PT ഉഷ എന്ത് ചെയ്തത്? ഫൈനലിൽ പങ്കെടുത്തത്. ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ PT ഉഷ പങ്കെടുത്ത ഇനം 400 മീറ്റർ ഹർഡിൽസിലാണ്. ഓർത്തോളനെ, ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ PT ഉഷ പങ്കെടുത്ത ഇനം എന്തെന്ന് ചോദിച്ചാൽ 400 മീറ്റർ ഹർഡിൽസിലാണ്. 1/100 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ PT ഉഷയ്ക്ക് വെങ്കല മെഡൽ നഷ്ടമായി. ഓർക്കുക, 1/100 സെക്കൻഡ് വ്യത്യാസത്തിൽ PT ഉഷയ്ക്ക് വെങ്കല മെഡൽ നഷ്ടമാവുകയും ചെയ്തു. ഓർക്കുക, ഒന്നുകൂടി പറയാം സുഹൃത്തുക്കൾ, ശ്രദ്ധിക്കുക. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത PT ഉഷ. എത്ര തവണ PT ഉഷ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 4 തവണ. 1980 മോസ്കോ ഒളിമ്പിക്സിൽ PT ഉഷ ആദ്യമായി പങ്കെടുത്തത്. PT ഉഷ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇനങ്ങൾ 100 മീറ്റർ, 200 മീറ്റർ റണ്ണിങ്. ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യത്തെ മലയാളി വനിത എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലാണ് PT ഉഷ ഫൈനലിൽ എത്തുന്നത്. ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ PT ഉഷ പങ്കെടുത്ത ഇനങ്ങൾ ചോദിച്ചാൽ 400 മീറ്റർ ഹർഡിൽസിലാണ്. 1/100 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ PT ഉഷയ്ക്ക് വെങ്കല മെഡൽ നഷ്ടമാവുകയും ചെയ്തു. പയ്യോളി എക്സ്പ്രസ് എന്നും ഗോൾഡൻ ഗേൾ എന്നും അറിയപ്പെടുന്ന കായിക താരമാരെന്ന് ചോദിച്ചാൽ PT ഉഷയാണ്. ഇത് രണ്ടും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പയ്യോളി എക്സ്പ്രസ് എന്നും ഗോൾഡൻ ഗേൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കായിക താരമാരാ? PT ഉഷയാണ്. പത്മശ്രീ നേടിയ രണ്ടാമത്തെ മലയാളി കായിക താരം PT ഉഷ. വർഷം 1985. പത്മശ്രീ നേടിയ രണ്ടാമത്തെ മലയാളി കായിക താരമാരെന്ന് ചോദിച്ചാൽ അത് PT ഉഷയാണ്. വർഷം 1985 ആണ്. PT ഉഷ പങ്കെടുത്ത ഒളിമ്പിക്സുകളും വർഷങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. PSC ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. PT ഉഷ പങ്കെടുത്ത ഒളിമ്പിക്സും വർഷങ്ങളും. 1980 മോസ്കോ ഒളിമ്പിക്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. 1980 മോസ്കോ ഒളിമ്പിക്സ്. 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ്. 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ്. 1988 സിയോൾ എന്ന് വെച്ചാൽ സൗത്ത് കൊറിയ കേട്ടോ ഒളിമ്പിക്സ്. 1988 സിയോൾ അഥവാ സൗത്ത് കൊറിയയിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ്. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സ്. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സ്. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ഒളിമ്പിക്സിൽ പങ്കെടുത്ത വ്യക്തിത്വമായിരുന്നു ആര്? നമ്മുടെ PT ഉഷ. അപ്പൊ ഒന്നുകൂടി പറയാം. പയ്യോളി എക്സ്പ്രസ് എന്നും ഗോൾഡൻ ഗേൾ എന്നീ പേരുകൾ അറിയപ്പെടുന്ന കായിക താരം PT ഉഷ. പത്മശ്രീ നേടിയ രണ്ടാമത്തെ മലയാളി കായിക താരം എന്നറിയപ്പെടുന്നത് PT ഉഷ. വർഷം 1985. PT ഉഷ പങ്കെടുത്ത 4 ഒളിമ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1980 മോസ്കോ ഒളിമ്പിക്സ്, 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ്, 1988 സിയോൾ അഥവാ സൗത്ത് കൊറിയയിൽ നടന്ന ഒളിമ്പിക്സ്, 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സ്. ഓർക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് ഷൈനി വിൽസനെ പറ്റി. ആരെയാണ്? ഷൈനി വിൽസനെ പറ്റി. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന രണ്ടാമത്തെ മലയാളി വനിതാ കായിക താരം എന്നറിയപ്പെടുന്നത് ഷൈനി വിൽസൺ.
ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന രണ്ടാമത്തെ മലയാളി വനിതാ കായിക താരം എന്നറിയപ്പെടുന്നത് ആരാ? ഷൈനി വിൽസനെയാണ്. ഷൈനി വിൽസൺ പങ്കെടുത്ത ഒളിമ്പിക്സുകളുടെ എണ്ണം 4 ഷൈനി വിൽസൺ പങ്കെടുത്ത ഒളിമ്പിക്സുകളുടെ എണ്ണം എത്രയാ? 4 ഷൈനി വിൽസൺ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ്. ഷൈനി വിൽസൺ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ് ആയിരുന്നു. ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യത്തെ മലയാളി വനിത എന്നും ഇന്ത്യക്കാരി എന്നും അറിയപ്പെടുന്നത് ഷൈനി വിൽസൺ ആണ്. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യത്തെ മലയാളി വനിത എന്നും ആദ്യത്തെ ഇന്ത്യക്കാരി എന്നും അറിയപ്പെടുന്നത് ആരാ? ഷൈനി വിൽസൺ ആണ്. ഷൈനി വിൽസൺ ഇന്ത്യൻ ടീമിനെ നയിച്ച ഒളിമ്പിക്സ് 1992 ബാഴ്സലോണ ഒളിമ്പിക്സ്. ഷൈനി വിൽസൺ ഇന്ത്യൻ ടീമിനെ നയിച്ച ഒളിമ്പിക്സ് ഏതാ? 1992 ബാഴ്സലോണ ഒളിമ്പിക്സ്. ഒളിമ്പിക്സ് സെമി ഫൈനൽ കടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ അത്ലറ്റ് ആരെന്ന് ചോദിച്ചാൽ അത് ഷൈനി വിൽസൺ ആണ്. ഒളിമ്പിക്സിലെ സെമി ഫൈനലിൽ കടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ അത്ലറ്റ് ആരെന്ന് ചോദിച്ചാൽ അത് ഷൈനി വിൽസൺ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഒളിമ്പിക്സിൽ പങ്കെടുത്ത രണ്ടാമത്തെ മലയാളി വനിതാ കായിക താരം ഷൈനി വിൽസൺ. ഷൈനി വിൽസൺ പങ്കെടുത്ത ഒളിമ്പിക്സുകളുടെ എണ്ണം 4. ഷൈനി വിൽസൺ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ്. ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളി വനിത എന്നും ഇന്ത്യക്കാരി എന്നും അറിയപ്പെടുന്നത് ഷൈനി വിൽസൺ ആണ്. ഷൈനി വിൽസൺ ഇന്ത്യൻ ടീമിനെ നയിച്ച ഒളിമ്പിക്സ് 1992 ബാഴ്സലോണ ഒളിമ്പിക്സ്. ഒളിമ്പിക് സെമി ഫൈനൽ കടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ അത്ലറ്റ് എന്നറിയപ്പെടുന്നത് ആരാ? ഷൈനി വിൽസൺ ആണ്. ഷൈനി വിൽസൺ സെമി ഫൈനലിൽ കടന്ന ഒളിമ്പിക്സ് മത്സരം 1984 ലോസ് ആഞ്ചലസ് മത്സരം. ഷൈനി വിൽസൺ സെമി ഫൈനലിൽ കടന്ന ഒളിമ്പിക്സ് മത്സരം ഏതാ? 1984 ലോസ് ആഞ്ചലസ് മത്സരം. 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ് മത്സരത്തിൽ ഷൈനി വിൽസന്റെ ഇനം എന്തെന്ന് ചോദിച്ചാൽ 800 മീറ്റർ റിലേ. ഇങ്ങനെയുള്ള പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം, സ്റ്റേറ്റ്മെന്റിൽ അവർ ചോദിക്കും. 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ മത്സരത്തിൽ ഷൈനി വിൽസന്റെ ഇനം എന്തായിരുന്നു? 800 മീറ്റർ റിലേ ആയിരുന്നു. ഒളിമ്പിക്സ് ആരംഭ പരേഡിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത എന്നറിയപ്പെടുന്നത് ഷൈനി വിൽസൺ ആണ്. ഒളിമ്പിക്സ് ആരംഭ പരേഡില് ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യ ഇന്ത്യൻ വനിത എന്നറിയപ്പെടുന്നത് ആരാ? ഷൈനി വിൽസൺ ആണ്. 1992 നടന്ന ബാഴ്സലോണ ഒളിമ്പിക്സ് ആരംഭ പരേഡിലാണ് ഷൈനി വിൽസൺ ഇന്ത്യൻ പതാക ഏന്തിയത്. 1992 നടന്ന ബാഴ്സലോണ ഒളിമ്പിക്സ് ആരംഭ പരേഡിലാണ് ഷൈനി വിൽസൺ ഇന്ത്യൻ പതാക ഏന്തിയത്. ഷൈനി വിൽസൺ പങ്കെടുത്ത ഒളിമ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ്, 1988 സിയോൾ ഒളിമ്പിക്സ്, 1992 ബാഴ്സലോണ ഒളിമ്പിക്സ്, 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സ്. ഇങ്ങനെ 4 ഒളിമ്പിക്സുകളിലാണ് ആര് പങ്കെടുത്തത്? ഷൈനി വിൽസൺ പങ്കെടുത്തത്. അപ്പോൾ ഷൈനി വിൽസൺ പങ്കെടുത്ത ഒളിമ്പിക്സുകൾ ഏതൊക്കെയാ? 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ്, 1988 സിയോൾ ഒളിമ്പിക്സ്, 1992 ബാഴ്സലോണ ഒളിമ്പിക്സ്, 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സ്. ഓർക്കുക, ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഷൈനി വിൽസൺ സെമി ഫൈനൽ കടന്ന ഒളിമ്പിക്സ് മത്സരം 1984 ലോസ് ആഞ്ചലസ് മത്സരം. 1984 ലോസ് ആഞ്ചലസ് മത്സരത്തിൽ ഷൈനി വിൽസന്റെ ഇനം ചോദിച്ചാൽ 800 മീറ്റർ റിലേ ആയിരുന്നു. ഒളിമ്പിക്സ് ആരംഭ പരേഡിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ ആണ്. 1992 ബാഴ്സലോണ ഒളിമ്പിക്സ് ആരംഭ പരേഡിൽ ഷൈനി വിൽസൺ ഇന്ത്യൻ പതാക ഏന്തിയത്. ഓർക്കുക, ഷൈനി വിൽസൺ പങ്കെടുത്ത ഒളിമ്പിക്സുകൾ ഏതൊക്കെയാ ചോദിച്ചാൽ 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ്, 1998 സിയോൾ ഒളിമ്പിക്സ്, 1992 ബാഴ്സലോണ ഒളിമ്പിക്സ്, 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സ്. ഓർക്കുക, 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ MD വത്സമ്മ 400 മീറ്റർ ഹൾഡിസിൽ പങ്കെടുത്തു. പത്മശ്രീ ലഭിച്ച ആദ്യത്തെ മലയാളി കായിക താരം എന്നറിയപ്പെടുന്നത് MD വത്സമ്മ. വർഷം 1983. ഓർത്തോളണേ, 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലെ MD വത്സമ്മ 400 മീറ്റർ ഹർഡിൽസിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ പത്മശ്രീ ലഭിച്ച ആദ്യത്തെ മലയാളി കായിക താരം എന്നറിയപ്പെടുന്നത് MD വത്സമ്മയാണ്. ഇമ്പോർട്ടന്റ് ആണ്. പത്മശ്രീ ലഭിച്ച ആദ്യത്തെ മലയാളി കായിക താരം എന്നറിയപ്പെടുന്നത് MD വത്സമ്മയാണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ. വർഷം എത്രയാ? 1983. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത മറ്റു മലയാളി വനിതകളാണ്. നമുക്ക് നോക്കാം. 1988 സിയോൾ ഒളിമ്പിക്സിൽ മേഴ്സി കുട്ടൻ അത്ലറ്റ് ആയിരുന്നു അവര്. 1988 സിയോൾ ഒളിമ്പിക്സിൽ പങ്കെടുത്തതായിരുന്നു മേഴ്സി കുട്ടൻ. അവരൊരു അത്ലറ്റ് ആണ്. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിതകളായിരുന്നു KC റോസക്കുട്ടി. അവർ അത്ലറ്റ് ആയിരുന്നു.
KM ബീനാമോൾ അത്ലറ്റ് ആണ്. അംബിക രാധിക ഇവര് ടേബിൾ ടെന്നീസ് പ്ലെയർ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തോളനെ, ടേബിൾ ടെന്നീസ് പ്ലെയർ ആണ് ആര്? അംബിക രാധിക. അപ്പോ 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മറ്റു വനിതകൾ ആരൊക്കെയായിരുന്നു? KC റോസക്കുട്ടി അത്ലറ്റ് ആണ്. KM ബീനാമോൾ അത്ലറ്റ് ആയിരുന്നു. അംബിക രാധിക ആരായിരുന്നു? ടേബിൾ ടെന്നീസ് പ്ലെയർ ആയിരുന്നു. അതുകൊണ്ടൊന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളണം. അംബിക രാധിക ടേബിൾ ടെന്നീസ് പ്ലെയർ ആയിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ MD വത്സമ്മ 400 മീറ്റർ ഹഡിൽസിൽ പങ്കെടുക്കുന്നു. പത്മശ്രീ ലഭിച്ച ആദ്യത്തെ മലയാളി കായിക താരം എന്നറിയപ്പെടുന്നത് ആരാ? MD വത്സമ്മയാണ്. വർഷം 1983. ഒളിമ്പിക്സിൽ പങ്കെടുത്ത മറ്റു മലയാളി വനിതകളെ പറ്റിയാണ് പിന്നെ നമ്മൾ നോക്കിയത്. 1988 സിയോൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിതയായിരുന്നു മേഴ്സി കുട്ടൻ. അവരൊരു അത്ലറ്റ് ആണ്. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മറ്റു മലയാളി വനിതകൾ ആരൊക്കെയാ? KC റോസക്കുട്ടി അത്ലറ്റ് ആണ്. KM ബീനാമോൾ അത്ലറ്റ് ആണ്. അംബിക രാധിക ടേബിൾ ടെന്നീസ് പ്ലെയർ ആണ്. 2000 സിഡ്നി ഒളിമ്പിക്സ് ജിൻസി ഫിലിപ്പ് അത്ലറ്റ് ആയിരുന്നു. മഞ്ജിമ കുര്യാക്കോസ് അത്ലറ്റ് ആയിരുന്നു. 2000 സിഡ്നി ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ആരൊക്കെയായിരുന്നു? ജിൻസി ഫിലിപ്പ് അത്ലറ്റ് ആയിരുന്നു. മറ്റൊരാളായിരുന്നു മഞ്ജിമ കുര്യാക്കോസ് അത്ലറ്റ് ആയിരുന്നു. 2004 നടന്ന ഏതൻസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിതകളായിരുന്നു അഞ്ജു ബോബി ജോർജ് ലോങ് ജമ്പ് താരമായിരുന്നു. ചിത്ര K സോമൻ അത്ലറ്റ് ആയിരുന്നു. 2004 ഏതൻസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി വനിതകൾ ആരൊക്കെയായിരുന്നു? അഞ്ജു ബോബി ജോർജ് ലോങ് ജമ്പ് താരമായിരുന്നു. ചിത്ര K സോമൻ അത്ലറ്റ് ആയിരുന്നു. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി വനിതകള് സിനി ജോസ്, അവരൊരു സ്പ്രിന്റ് താരമായിരുന്നു. സിനി ജോസ് സ്പ്രിന്റ് താരമായിരുന്നു. പ്രീജ ശ്രീധരൻ ലോങ് ഡിസ്റ്റൻസ് റണ്ണർ ആയിരുന്നു. പ്രീജ ശ്രീധരൻ ലോങ് ഡിസ്റ്റൻസ് റണ്ണർ ആയിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 2000 സിഡ്നി ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി വനിതകള് ജിൻസി ഫിലിപ്പ് അത്ലറ്റ് ആണ്. മഞ്ജിമ കുര്യാക്കോസ് അത്ലറ്റ് ആണ്. 2004 ഏതൻസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി വനിതകള് അഞ്ജു ബോബി ജോർജ് ലോങ് ജമ്പ് താരമാണ്. ചിത്ര K സോമൻ അത്ലറ്റ് ആണ്. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി വനിതകള് സിനി ജോസ് സ്പ്രിന്റ് താരമാണ്. പ്രീജ ശ്രീധരൻ ലോങ് ഡിസ്റ്റൻസ് റണ്ണർ ആണ്. ഓർക്കുക. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി വനിതാ താരങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാല് മയൂഖ ജോണി, അവർ അത്ലറ്റ് ആണ്. ടിൻഡു ലൂക്ക അത്ലറ്റ് ആണ്. 2016 റിയോ ഡി ജനീറോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി വനിതകള് ഒന്ന് ജിസ്ന മാത്യു അത്ലറ്റ് ആണ്. അനിൽഡ തോമസ് അത്ലറ്റ് ആണ്. OP ജയ്ഷ അത്ലറ്റ് ആണ്. ഓർത്തോളനെ, 2016 റിയോ ഡി ജനീറോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി വനിതകൾ ആരൊക്കെയാ? ഒന്ന് ജിസ്ന മാത്യു അത്ലറ്റ് ആണ്. അനിൽഡ തോമസ് അത്ലറ്റ് ആണ്. അതുപോലെ OP ജയ്ഷ അത്ലറ്റ് ആണ്. ഓർക്കുക. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ A പെരിയാറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് ഏതാ? പെരിയാറാണ്. അപ്പൊ നമുക്ക് നോക്കാം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ. ഒരല്പം ഡീപ്പായിട്ട് നമ്മൾ പോകാൻ പോവുകയാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കണം. വളരെ ബേസിക് ആയിട്ടുള്ള ഒത്തിരി പോയിന്റ്സ് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ്? 18 ആണ്. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഇടുക്കി ജില്ല. എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? 4 വന്യജീവി സങ്കേതങ്ങളുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ്? 4 ആണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും അവ നിലവിൽ വന്ന വർഷം കൂടി പഠിക്കാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ആദ്യം ആരംഭിച്ച വന്യജീവി സങ്കേതം മുതൽ ഏറ്റവും അവസാനം ആരംഭിച്ച വന്യജീവി സങ്കേതം വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾക്ക് വർഷങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോ കേരളത്തിലെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ, അവ സ്ഥിതി ചെയ്യുന്ന ജില്ല, അവ ആരംഭിച്ച വർഷം. പെരിയാർ വന്യജീവി സങ്കേതം 1950 ആരംഭിക്കുന്നത്. എവിടെയാണത്? ഇടുക്കി ജില്ലയിലാണ്. പെരിയാർ വന്യജീവി സങ്കേതം ആരംഭിക്കുന്നത് 1950 ഇത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ്. നെയ്യാർ വന്യജീവി സങ്കേതം 1958 തിരുവനന്തപുരം ജില്ലയിൽ ആരംഭിച്ചു. നെയ്യാർ വന്യജീവി സങ്കേതം 1958 തിരുവനന്തപുരം ജില്ലയിൽ ആരംഭിച്ചു. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം 1958 തന്നെ തൃശൂർ ജില്ലയിൽ ആരംഭിച്ചു. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം 1958 തൃശൂർ ജില്ലയിൽ ആരംഭിച്ചു. പറമ്പിക്കുളം വന്യജീവി സങ്കേതം 1973 പാലക്കാട് ജില്ലയിൽ ആരംഭിച്ചു. പറമ്പിക്കുളം വന്യജീവി സങ്കേതം 1973 പാലക്കാട് ജില്ലയിൽ ആരംഭിച്ചു. വയനാട് വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ അവൻ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് മുത്തങ്ങ വന്യജീവി സങ്കേതം, 1973 തന്നെ വയനാട് ജില്ലയിൽ ആരംഭിച്ചു.
വയനാട് വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ, മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന. ഇത് 1973 വയനാട് ആരംഭിച്ചു. ഇടുക്കി വന്യജീവി സങ്കേതം 1976 ഇടുക്കിയിൽ ആരംഭിച്ചു. ഇടുക്കി വന്യജീവി സങ്കേതം 1976 ഇടുക്കിയിൽ ആരംഭിച്ചു. തട്ടേക്കാട് വന്യജീവി സങ്കേതം 1983 എറണാകുളം ജില്ലയിൽ ആരംഭിച്ചു. തട്ടേക്കാട് വന്യജീവി സങ്കേതം 1983 എറണാകുളം ജില്ലയിൽ ആരംഭിച്ചു. ഈ തട്ടേക്കാട് എന്ന് പറയുന്നത് ഒരു പക്ഷി സങ്കേതം കൂടിയാണ്. പേപ്പാറ വന്യജീവി സങ്കേതം 1983 തിരുവനന്തപുരം ജില്ലയിൽ ആരംഭിച്ചു. പേപ്പാറ വന്യജീവി സങ്കേതം 1983 തിരുവനന്തപുരം ജില്ലയിൽ ആരംഭിച്ചു. ചെന്തുരുണി വന്യജീവി സങ്കേതം 1984 കൊല്ലം ജില്ലയിൽ ആരംഭിച്ചു. ചെന്തുരുണി വന്യജീവി സങ്കേതം 1984 കൊല്ലം ജില്ലയിൽ ആരംഭിച്ചു. ചിന്നാർ വന്യജീവി സങ്കേതം 1984 ഇടുക്കി ജില്ലയിൽ ആരംഭിച്ചു. ചിന്നാർ വന്യജീവി സങ്കേതം 1984 ഇടുക്കി ജില്ലയിൽ ആരംഭിച്ചു. ചിമ്മിനി വന്യജീവി സങ്കേതം 1984 തൃശൂർ ജില്ലയിൽ ആരംഭിച്ചു. ചിമ്മിനി വന്യജീവി സങ്കേതം 1984 തൃശൂർ ജില്ലയിൽ ആരംഭിച്ചു. ആറളം വന്യജീവി സങ്കേതം 1984 കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ചു. ആറളം വന്യജീവി സങ്കേതം 1984 കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ചു. ഇതിൽ ഏതൊരു വന്യജീവി സങ്കേതം പഠിച്ചില്ലെങ്കിലും ഈ ചെന്തുരുണി വന്യജീവി സങ്കേതം, ചിന്നാർ വന്യജീവി സങ്കേതം, ചിമ്മിനി വന്യജീവി സങ്കേതം, ആറളം വന്യജീവി സങ്കേതം എന്നിവയുടെ വർഷം ഒന്ന് പഠിച്ചു വെച്ചോണേ. കാരണം യവന്മാരുടെ വർഷങ്ങൾ എല്ലാം ഒന്ന് തന്നെയാണ്. 1984 യവന്മാരെല്ലാം രൂപീകരിച്ചത്. അതുകൊണ്ട് തന്നെ PSC ചോദിക്കും, താഴെ പറയുന്നവയിൽ 1984 കേരളത്തിൽ രൂപീകരിച്ച വന്യജീവി സങ്കേതങ്ങൾ ഏതെല്ലാം എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ തന്നിട്ട് 1, 2, 3 ശരി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഓർക്കുക, 1984 കേരളത്തിൽ പ്രധാനപ്പെട്ട 4 വന്യജീവി സങ്കേതങ്ങൾ വന്നു. ഏതൊക്കെയാ? ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിൽ വന്നു. ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിൽ വന്നു. ചിമ്മിനി വന്യജീവി സങ്കേതം തൃശൂർ ജില്ലയിൽ വന്നു. ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിൽ സ്ഥാപിതമായി. മംഗളവനം പക്ഷി സങ്കേതം 2004 എറണാകുളം ജില്ലയിൽ സ്ഥാപിച്ചു. മംഗളവനം വന്യജീവി സങ്കേതം 2004 എറണാകുളം ജില്ലയിൽ സ്ഥാപിതമായി. കുറിഞ്ഞിമല വന്യജീവി സങ്കേതം 2006 ഇടുക്കിയിൽ രൂപീകരിക്കപ്പെട്ടു. കുറിഞ്ഞിമല വന്യജീവി സങ്കേതം 2006 ഇടുക്കി ജില്ലയിൽ രൂപീകരിക്കപ്പെട്ടു. ചൂളന്നൂർ വന്യജീവി സങ്കേതം 2007 പാലക്കാട് ജില്ലയിൽ സ്ഥാപിക്കപ്പെട്ടു. ചൂളന്നൂർ വന്യജീവി സങ്കേതം 2007 പാലക്കാട് ജില്ലയിൽ സ്ഥാപിക്കപ്പെട്ടു. ഇതിൽ മംഗളവനമാവട്ടെ, ചൂളന്നൂരാവട്ടെ ഇവയൊക്കെ പക്ഷി സങ്കേതം കൂടിയാണ്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കണം. മലബാർ വന്യജീവി സങ്കേതം 2010 കോഴിക്കോട് സ്ഥാപിതമായി. മലബാർ വന്യജീവി സങ്കേതം 2010 കോഴിക്കോട് സ്ഥാപിതമായി. കൊട്ടിയൂർ വന്യജീവി സങ്കേതം 2011 കണ്ണൂരിൽ സ്ഥാപിതമായി. കൊട്ടിയൂർ വന്യജീവി സങ്കേതം 2011 കണ്ണൂരിൽ സ്ഥാപിതമായി. കരിമ്പുഴ വന്യജീവി സങ്കേതം 2020 മലപ്പുറത്ത് സ്ഥാപിതമായി. കരിമ്പുഴ വന്യജീവി സങ്കേതം 2020 മലപ്പുറത്ത് സ്ഥാപിതമായി. കേരളത്തിലെ ഏറ്റവും അവസാനമായി രൂപീകരിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. അതും കൂടെ ഒന്ന് ഓർത്തു വെക്കുക. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നു പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഓർക്കണം, കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തൃതി ചോദിച്ചു കഴിഞ്ഞാൽ 777 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓർക്കുക, പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം എത്രയെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വിസ്തൃതി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 777 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ കടുവ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് ഏതാ? പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഇന്ത്യയിലെ 10ാമത്തെ കടുവ സങ്കേതം എന്നറിയപ്പെടുന്നത് പെരിയാർ ടൈഗർ റിസർവ് ആണ്. ഓർത്തോളണം, ഇന്ത്യയിലെ 10ാമത്തെ കടുവ സങ്കേതം എന്നറിയപ്പെടുന്നത് പെരിയാർ ടൈഗർ റിസർവ് ആണ്. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യവുമാണ്. പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന്. പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേരെന്താ? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നായിരുന്നു.
1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാഞ്ചുറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാഞ്ചുറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. നെല്ലിക്കാംപെട്ടി ഗെയിം സാഞ്ചുറിയുടെ ആദ്യ വാർഡനായിരുന്നു SCH റോബിൻസൺ. ഓർക്കണം, നെല്ലിക്കാംപെട്ടി ഗെയിം സാഞ്ചുറിയുടെ ആദ്യത്തെ വാർഡൻ ആരായിരുന്നു? SCH റോബിൻസൺ ആയിരുന്നു. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1950. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1950 ആണ്. പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 1978. പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 1978 ആണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1982. കൺഫ്യൂഷൻ ആവല്ലേ. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1982 ആണ്. പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്ട് എലിഫന്റിന് കീഴിലായ വർഷം 1992. പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്ട് എലിഫന്റിന് കീഴിലായ വർഷം 1992 ആണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേര് തേക്കടി വന്യജീവി സങ്കേതം എന്ന് പ്രീവിയസ് ആയി ഓൾറെഡി ചോദിച്ചതാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരെന്താ? തേക്കടി വന്യജീവി സങ്കേതം എന്ന്. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട് താലൂക്ക്. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാ? പീരുമേട് താലൂക്കാണ്. ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാ? പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ കടുവാ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾ. ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പെരിയാർ കടുവാ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെയാ? ഇടുക്കി, പത്തനംതിട്ട ജില്ലകളാണ്. പെരിയാർ ടൈഗർ റിസർവിന്റെ വിസ്തീർണം 925 ചതുരശ്ര കിലോമീറ്റർ. പെരിയാർ ടൈഗർ റിസർവിന്റെ വിസ്തീർണം എത്രയാണ്? 925 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2018 രാജ്യത്തെ ഏറ്റവും മികച്ച കടുവാ സങ്കേതമായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ടൈഗർ റിസർവ് എന്ന് ചോദിച്ചാൽ അത് പെരിയാർ ടൈഗർ റിസർവ് ആണ്. 2018 രാജ്യത്തെ ഏറ്റവും മികച്ച കടുവാ സങ്കേതമായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ടൈഗർ റിസർവ് ഏതാ? പെരിയാർ ടൈഗർ റിസർവ് ആണ്. 2018 രാജ്യത്തെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്ന ബഹുമതി ലഭിച്ചത് കേരളത്തിനാണ്. ഈ ക്വസ്റ്റിനൊക്കെ എടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. 2018 രാജ്യത്തെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്ന ബഹുമതി ലഭിച്ചത് കേരളത്തിനാണ്. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാടിന് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയമാണ് മംഗളാദേവി ക്ഷേത്രം. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാടിന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയം ഏതാണ്? മംഗളാദേവി ക്ഷേത്രമാണ്. അടുത്തതാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതം മുത്തങ്ങ വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാ? മുത്തങ്ങ വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? വയനാട് വന്യജീവി സങ്കേതം. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആനയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ആനയാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ജില്ല. ഓൾറെഡി നമ്മൾ പറഞ്ഞു വയനാട് വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നതാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. അങ്ങനെയെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലാണ്. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരി. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് സുൽത്താൻ ബത്തേരിയാണ്. ബേഗൂർ വന്യജീവി സങ്കേതം എന്നും തോൾപ്പെട്ടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നത് വയനാട് വന്യജീവി സങ്കേതം. ഇമ്പോർട്ടന്റ് ആണ്. ബേഗൂർ വന്യജീവി സങ്കേതം എന്നും തോൾപ്പെട്ടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നത് ആരെയാ? നമ്മുടെ മുത്തങ്ങ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ വയനാട് വന്യജീവി സങ്കേതത്തെയാണ്. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1973. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1973 ആണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് വയനാട് വന്യജീവി സങ്കേതം. പ്രീവിയസ് ആയി ചോദിച്ചതാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? വയനാട് വന്യജീവി സങ്കേതമാണ്. മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നീ താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി സങ്കേതം
വയനാട് വന്യജീവി സങ്കേതം. മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നീ താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. കർണാടകത്തിലെ നാഗർഹോള, ബന്ദിപ്പൂർ, തമിഴ്നാട്ടിലെ മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. കർണാടകത്തിലെ നാഗർഹോള, ബന്ദിപ്പൂർ, തമിഴ്നാട്ടിലെ മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം പ്രോജക്ട് എലിഫന്റിന് കീഴിൽ വന്ന വർഷം 1992 തന്നെയാണ്. വയനാട് വന്യജീവി സങ്കേതം പ്രോജക്ട് എലിഫന്റിന് കീഴിൽ വന്ന വർഷം 1992 ആണ്. അടുത്തതാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് എന്നറിയപ്പെടുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് പറമ്പിക്കുളം ടൈഗർ റിസർവ്. ഇന്ത്യയിലെ 38ാമത്തെ ടൈഗർ റിസർവ് എന്നറിയപ്പെടുന്നത് പറമ്പിക്കുളം ടൈഗർ റിസർവ് ആണ്. കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് എന്നറിയപ്പെടുന്നത് പറമ്പിക്കുളമാണ്. ഇനി ഇന്ത്യയിലെ 38ാമത്തെ ടൈഗർ റിസർവ് എന്ന് ചോദിച്ചാൽ അത് പറമ്പിക്കുളമാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 2010 ആണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് ജയറാം രമേശ് ആണ് കേട്ടോ, ഓർക്കണേ. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 2010 ആണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാ? ജയറാം രമേശ് ആണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1973. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1973 ആണ്. പറമ്പിക്കുളം വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ. പറമ്പിക്കുളം വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? പാലക്കാട് ജില്ലയിലാണ്. ഇത് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് മുതലമട. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് മുതലമട. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം തൂണക്കടവ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം തൂണക്കടവാണ്. കേരളത്തിലൂടെ ഔദ്യോഗിക പ്രവേശന കവാടമില്ലാത്ത ഏക വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് പറമ്പിക്കുളമാണ്. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലൂടെ ഔദ്യോഗിക പ്രവേശന കവാടമില്ലാത്ത ഏക വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് പറമ്പിക്കുളമാണ്. പറമ്പിക്കുളം വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെ കവാടം തമിഴ്നാടിലൂടെയാണ് കേട്ടോ, അതുകൂടെ ഒന്ന് ഓർക്കുക. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഇമ്പോർട്ടന്റ് ആണ്. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളം. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഇമ്പോർട്ടന്റും PSC പ്രീവിയസ് ആയി ചോദിച്ചതുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം പറമ്പിക്കുളം. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനം. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം അല്ലെങ്കിൽ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനമാണ്. അടുത്തതാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് ചെന്തുരുണി വന്യജീവി സങ്കേതം. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് ചെന്തുരുണി വന്യജീവി സങ്കേതം. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതം. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതം. ചെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. ഇത് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ചെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്നാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ്. അടുത്തതാണ് നെയ്യാർ വന്യജീവി സങ്കേതം. ഏതാണ്? നെയ്യാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തുള്ള വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് നെയ്യാർ വന്യജീവി സങ്കേതം. നിലവിൽ വന്ന വർഷം എത്രയാ? 1958 കേരളത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് നെയ്യാർ വന്യജീവി സങ്കേതം. നിലവിൽ വന്ന വർഷം 1958. അഗസ്ത്യാർ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം
നെയ്യാർ വന്യജീവി സങ്കേതം. അഗസ്ത്യ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാ? നെയ്യാർ വന്യജീവി സങ്കേതമാണ്. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാ? നെയ്യാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായിട്ടാണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏതാണ്? മരക്കുന്നം ദ്വീപാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഏത് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ? നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായാണ്. ഏത് പാർക്കിന്റെ മാതൃകയിലാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നെഹ്റു സുവോളജിക്കൽ പാർക്ക് ഹൈദരാബാദിന്റെ മാതൃകയിലാണ്. ഏത് പാർക്കിന്റെ മാതൃകയിലാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നെഹ്റു സുവോളജിക്കൽ പാർക്ക് ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നതാണിത്. ഇതിന്റെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിൽ പശ്ചിമഘട്ടം അവസാനിക്കുന്ന സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് നെയ്യാർ വന്യജീവി സങ്കേതം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ പശ്ചിമഘട്ടം അവസാനിക്കുന്ന സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാ? അത് നെയ്യാർ വന്യജീവി സങ്കേതമാണ്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായുള്ള വന്യജീവി സങ്കേതങ്ങൾ നെയ്യാർ വന്യജീവി സങ്കേതം, പേപ്പാറ വന്യജീവി സങ്കേതം, ചെന്തുരുണി വന്യജീവി സങ്കേതം. ഇത് 3 ഉള്ളതുകൊണ്ട് പഠിച്ചു വെച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി വരുന്ന എക്സാമിന് ചോദിക്കും. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായുള്ള വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നെയ്യാർ വന്യജീവി സങ്കേതം, പേപ്പാറ വന്യജീവി സങ്കേതം, ചെന്തുരുണി വന്യജീവി സങ്കേതം. അടുത്തതാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതം. രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എത്രയിലാ? 1984 രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായാണ്. ചിന്നാർ വന്യജീവി സങ്കേതം രൂപീകരിച്ച വർഷം 1984 ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകളും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചിന്നാറാണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാ? ചിന്നാറാണ്. വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതം. വെള്ള കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ വന്യജീവി സങ്കേതം ഏതാ? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാ? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. അടുത്തതാണ് കുറിഞ്ഞിമല വന്യജീവി സങ്കേതം. ഏതാണ്? കുറിഞ്ഞിമല വന്യജീവി സങ്കേതം. ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രമായി ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണ് കുറിഞ്ഞിമല സാങ്ച്വറി. ഇത് നിലവിൽ വന്നത് 2006 ഇടുക്കിയിലാണ്. ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യത്തെ ഉദ്യാനമാണ് കുറിഞ്ഞിമല സാങ്ച്വറി. ഇത് നിലവിൽ വന്നത് 2006 ഇടുക്കി ജില്ലയിലാണ്. കുറിഞ്ഞിമല ദേശീയോദ്യാനത്തിൽ വളരുന്ന പ്രത്യേക സസ്യം നീലക്കുറിഞ്ഞി. കുറിഞ്ഞിമല ദേശീയോദ്യാനത്തിൽ വളരുന്ന പ്രത്യേക സസ്യം ഏതാ? നീലക്കുറിഞ്ഞിയാണ്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന. പ്രീവിയസ് ആണ്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന. പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം ചോദിച്ചാൽ അത് നീലക്കുറിഞ്ഞി. പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം ഏതാണ്? നീലക്കുറിഞ്ഞിയാണ്. കേരളത്തിൽ എത്ര ഇനം കുറിഞ്ഞിപ്പൂക്കൾ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ 18 ഇനം കുറിഞ്ഞിപ്പൂക്കളാണ് കാണപ്പെടുന്നത്. അപ്പോൾ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാ? 18 കേരളത്തിൽ എത്ര ഇനം കുറിഞ്ഞിപ്പൂക്കൾ കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ 18 എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനമാണ് കരിങ്കുറിഞ്ഞി. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനം ഏതാണ്? കരിങ്കുറിഞ്ഞിയാണ്. നീലക്കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിന്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2006. നീലക്കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിന്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2006. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് തെന്മലയിലാണ്. ഓർക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് എവിടെയാ? തെന്മലയിലാണ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല വർഷം 2008. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എന്നറിയപ്പെടുന്നത് തെന്മലയാണ്. വർഷം 2008. ആറളം വന്യജീവി സങ്കേതം. അടുത്തതാണ് ആറളം വന്യജീവി സങ്കേതം.
കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം. ആറളം വന്യജീവി സങ്കേതം രൂപീകൃതമായ വർഷം 1984 കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് ആറളം വന്യജീവി സങ്കേതമാണ്. ആറളം വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1984 കണ്ണൂർ ജില്ലയിലാണ്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളം വന്യജീവി സങ്കേതം. ഇമ്പോർട്ടന്റ് ആണ്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആറളം വന്യജീവി സങ്കേതമാണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴ. ഇത് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചീങ്കണ്ണിപ്പുഴയാണ്. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ്. കർണാടകയിലെ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം. കർണാടകയിലെ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ ചേർന്ന് കാണപ്പെടുന്ന വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് ആറളം വന്യജീവി സങ്കേതമാണ്. ആറളം വന്യജീവി സങ്കേതത്തിൽ പുതുതായി കണ്ടെത്തിയ ചിത്രശലഭങ്ങളാണ് സഹ്യാദ്രി തവിടനും അതുപോലെ നാൽവരയൻ നീലിയും. ഓർക്കണേ, ആറളം വന്യജീവി സങ്കേതത്തില് അടുത്തിടെ കണ്ടെത്തിയ പുതിയ ചിത്രശലഭങ്ങളാണ് സഹ്യാദ്രി തവിടനും അതുപോലെ തന്നെ നാൽവരയൻ നീലിയും. എന്താണ് നാൽവരയൻ നീലിയും? തൃശൂർ തലപ്പള്ളി താലൂക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പീച്ചി വാഴാനി വന്യജീവി സങ്കേതം. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശൂർ തലപ്പള്ളി താലൂക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പീച്ചി വാഴാനി വന്യജീവി സങ്കേതം. ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മുകുന്ദപുരം തൃശൂർ ജില്ല. ഓർക്കണേ, ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മുകുന്ദപുരം തൃശൂർ ജില്ല. ചിമ്മിനി വന്യജീവി സങ്കേതം എന്നാ നിലവിൽ വന്നത് 1944 ഇടുക്കി ജില്ലയിൽ തൊടുപുഴ ഉടുമ്പൻചോല താലൂക്കുകളിൽ ഇടുക്കി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നു. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല തൊടുപുഴ താലൂക്കുകളുടെ ഭാഗമായാണ് ഇടുക്കി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം പൈനാവ്. ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം ഏതാ? പൈനാവാണ്. ഇത് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ വന്യജീവി സങ്കേതം പേപ്പാറ വന്യജീവി സങ്കേതം. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതം ഏതാ? പേപ്പാറ വന്യജീവി സങ്കേതമാണ്. പേപ്പാറ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1983 പേപ്പാറ വന്യജീവി സങ്കേതത്തോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതങ്ങളാണ് കലക്കാട് മുണ്ടൻതുറൈ വന്യജീവി സങ്കേതമാണ്. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം കക്കയം അല്ലെങ്കിൽ മലബാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായിട്ടുള്ള കക്കയം മേഖലയിലാണ്. ഇമ്പോർട്ടന്റ് ആണ്. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ചോദിച്ചാൽ കക്കയമാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം മലബാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായുള്ള കക്കയം പ്രദേശത്താണ് റീഡ് തവളകൾ കേരളത്തില് കാണപ്പെടുന്നത്. മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് കക്കയം. മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാ? കക്കയമാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന വന്യജീവി സങ്കേതം ഏതാണ്? കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. കേരളത്തിൽ 2020 നിലവിൽ വന്ന വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം. കേരളത്തിൽ 2020 ഏറ്റവും അവസാനമായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം 227.97 ചതുരശ്ര കിലോമീറ്റർ. ഓർക്കണം, കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം എത്രയാ? 227.97 ചതുരശ്ര കിലോമീറ്റർ ആണ്. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വനമേഖല അമരമ്പലം വടക്കേക്കോട്ട. ഓർക്കുക, കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുന്ന വനമേഖലകൾ ഏതൊക്കെയാ? അമരമ്പലം വടക്കേക്കോട്ട എന്നീ വനമേഖലകളാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം എന്ന് അറിയപ്പെടുന്നു. ഓക്കെയാണ്, കരിമ്പുഴ വന്യജീവി സങ്കേതം ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം എന്ന് അറിയപ്പെടുന്നു. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ വടക്ക് അതിർത്തിയാണ് സൈലന്റ് വാലി. ഓർക്കണം, കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ വടക്കേ അതിർത്തി എന്താണ്? സൈലന്റ് വാലിയാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ തെക്കേ അതിർത്തി മുക്കുരുത്തി ദേശീയോദ്യാനം. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ തെക്കേ അതിർത്തി എന്താണ്? മുക്കുരുത്തി ദേശീയോദ്യാനമാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം
മുക്കുറുത്തി ദേശീയോദ്യാനം. ഇനി നമുക്ക് നോക്കുവാനുള്ളത് കമ്മ്യൂണിറ്റി റിസർവുകളെ പറ്റിയാണ്. ഇമ്പോർട്ടന്റ് ആണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. കേരളത്തിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. ഇത് നിലവിൽ വന്നത് 2007 ഓർക്കണേ, കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് എന്നറിയപ്പെടുന്നത് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ആണ്. ഇത് നിലവിൽ വന്നത് 2007 ഇന്ത്യയിൽ 2007 നിലവിൽ വന്ന കമ്മ്യൂണിറ്റി റിസർവുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കൊക്കാറെ ബേലൂർ കമ്മ്യൂണിറ്റി റിസർവ് കർണാടക സംസ്ഥാനത്തിന്റെ ഭാഗമായി, കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് കേരളത്തിന്റെ ഭാഗമായി നിലവിൽ വന്നു, കോശോപൂർ ചാമ്പ് കമ്മ്യൂണിറ്റി റിസർവ് പഞ്ചാബിൽ നിലവിൽ വന്നു, അതുപോലെ ലാൽവാൻ കമ്മ്യൂണിറ്റി റിസർവ് പഞ്ചാബിൽ നിലവിൽ വന്നു. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തോളനെ. 2007 നിലവിൽ വന്ന പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി റിസർവുകൾ ഏതൊക്കെയാ ഇന്ത്യയില്? ഒന്ന് കൊക്കാറെ ബേലൂർ കമ്മ്യൂണിറ്റി റിസർവ് കർണാടക, കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് നമ്മുടെ സ്വന്തം കേരളത്തില്, കോശോപൂർ ചാമ്പ് കമ്മ്യൂണിറ്റി റിസർവ് പഞ്ചാബ്, ലാൽവാൻ കമ്മ്യൂണിറ്റി റിസർവ് പഞ്ചാബ്. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂർ തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂർ തിരുവനന്തപുരം ജില്ല. കേരളത്തിൽ അന്തർദേശീയ നിലവാരമുള്ള ആന പുനരധിവാസ കേന്ദ്രം നിലവിൽ വരുന്നത് കോട്ടൂരാണ്. കേരളത്തിൽ അന്തർദേശീയ നിലവാരമുള്ള ആന പുനരധിവാസ കേന്ദ്രം നിലവിൽ വരുന്നത് കോട്ടൂരാണ്. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങൾ കോന്നി പത്തനംതിട്ട, കോടനാട് എറണാകുളം ജില്ല. ഇനി പറയാൻ പോകുന്ന മുഴുവൻ പ്രീവിയസ് ആണ്. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങൾ ഏതൊക്കെയാ? കോന്നി പത്തനംതിട്ട ജില്ല, കോടനാട് എറണാകുളം ജില്ല. പ്രശസ്തമായ ആനക്കൂട് സ്ഥിതി ചെയ്യുന്നത് കോന്നിയിലാണ്. ഓർക്കണേ, 1942 ഈ പ്രശസ്തമായ ആനക്കൂട് സ്ഥാപിതമായത്. അപ്പോൾ പ്രശസ്തമായ ആനക്കൂട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോന്നിയിലാണ്. ഈ ആനക്കൂട് എന്ന് പറയുന്നത് ഗവി മ്യൂസിയത്തിന്റെ ഭാഗമായാണ് കാണപ്പെടുന്നത്. ഇത് നിലവിൽ വന്നത് 1942. കോന്നി ആനക്കൂട് നിർമ്മിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന മരം കമ്പകമാണ്. പണ്ട് കാലത്ത് PSC പ്രീവിയസ് ആയി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കോന്നി ആനക്കൂട് നിർമ്മിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന മരം ഏതായിരുന്നു? കമ്പകമായിരുന്നു. കോന്നി ആനത്താവളത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഐതിഹ്യമാല. കോന്നി ആനത്താവളത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഏതായിരുന്നു? ഐതിഹ്യമാലയായിരുന്നു. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഗവി മ്യൂസിയം. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഏതാ? ഗവി മ്യൂസിയമാണ്. ഇത് ഓൾറെഡി PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് ആനയിറങ്ങൽ ചിന്നക്കനാൽ മൂന്നാറിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് എവിടെയാണ്? ആനയിറങ്ങൽ ചിന്നക്കനാൽ മൂന്നാറിലാണ്. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഒരു ചോദ്യം, ഇന്ത്യയിലെ കാട്ടാന ഗ്രാമം എന്നറിയപ്പെടുന്ന ബെള്ളാള സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അപ്പോ സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. ഇന്ത്യയുടെ കാട്ടാന ഗ്രാമം എന്നറിയപ്പെടുന്ന ബെള്ളാള സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അറിയാവുന്ന സുഹൃത്തുക്കളൊന്ന് കമന്റ് ചെയ്യുക. കേരളത്തിലെ ആന സംരക്ഷണ കേന്ദ്രങ്ങളാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. വയനാട് ആന സംരക്ഷണ കേന്ദ്രം വയനാട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നിലമ്പൂർ ആന സംരക്ഷണ കേന്ദ്രം മലപ്പുറം. നിലമ്പൂർ ആന സംരക്ഷണ കേന്ദ്രം മലപ്പുറം. ആനമുടി ആന സംരക്ഷണ കേന്ദ്രം ഇടുക്കി. ആനമുടി ആന സംരക്ഷണ കേന്ദ്രം ഇടുക്കി. പെരിയാർ ആന സംരക്ഷണ കേന്ദ്രം ഇടുക്കി. പെരിയാർ ആന സംരക്ഷണ കേന്ദ്രം ഇടുക്കി. അപ്പൊ ഒന്നുകൂടി പറയാം, കേരളത്തിലെ ആന സംരക്ഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാ? വയനാട് ആന സംരക്ഷണ കേന്ദ്രം വയനാട്, നിലമ്പൂർ ആന സംരക്ഷണ കേന്ദ്രം മലപ്പുറം, ആനമുടി ആന സംരക്ഷണ കേന്ദ്രം ഇടുക്കി, പെരിയാർ ആന സംരക്ഷണ കേന്ദ്രം ഇടുക്കി. ഇത്രയുമാണ് നമ്മുടെ കമ്പനി ബോർഡ് LGS സൂപ്പർ എക്സ്പ്രസ് ക്ലാസ് ഡേ 3 നമ്മൾ നോക്കിയത്. വളരെ സ്ലോയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞു പോകുന്നതെന്ന് അറിയാം സുഹൃത്തുക്കളെ. ഒരുപാട് ഡീപ്പ് പോയിന്റ്സ് നമുക്ക് പഠിച്ചു പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഇത്രയും ഡീപ്പായിട്ട് പോകുന്നത്. ഇത്രയും നേരം ഈ വീഡിയോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.